From Alexander's time to our own, indeed probably for as long as human beings have inhabited this planet, people have discovered they could make money by pretending to arcane or occult knowledge. So, from Alexander's time to the present time, people have always realized that they can cheat others by pretending that they have strange and heavenly and occult capabilities. വളരെ അസാധാരണമായ ചിലപ്പോഴെങ്കിലും ദിവ്യമായ, ചില സമയങ്ങളിൽ ഒക്കൾട്ടായ മന്ത്രവാദം, മാന്ത്രികം എന്നൊക്കെ നമ്മൾ പറയുന്ന ചില ഇരുണ്ട നിഗൂഢമായ ചില ഉണ്ട് എന്ന് അഭിനയിച്ചുകൊണ്ട് ആളുകളെ, സമൂഹത്തെ മുഴുവൻ പറ്റിക്കാമെന്ന് അലക്സാണ്ടറുടെ കാലം മുതൽ ഒരുപക്ഷെ നമ്മളിപ്പോൾ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വരെ ആളുകൾ അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറ്റിക്കുന്ന ആളുകൾ ഉണ്ടാവുന്നുണ്ട്. Okay, so a charming and enlightening account of some of these bamboozle means cheating, can be found in a remarkable book published in 1852 in London. And what is the title of that book? Extraordinary Popular Delusion and Madness of Crowds. And the book was written by Charles Mackay. So Sagan നമ്മളോട് പറയുന്നത് 1852 എഴുതിയ ഒരു പുസ്തകം, ഇംഗ്ലണ്ടിൽ പബ്ലിഷ് ചെയ്തൊരു പുസ്തകമാണ്. The title of that book is Extraordinary Popular Delusion and the Madness of Crowds by Charles Mackay. ദെൻ സോ ഈ പുസ്തകത്തിനകത്ത് ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ആ കാലഘട്ടം വരെ നിലനിന്നിരുന്ന വിവിധ സംസ്കാരങ്ങളിലുള്ള പലതരത്തിലുള്ള പറ്റിക്കൽ പ്രസ്ഥാനങ്ങളെക്കുറിച്ചിട്ടുള്ള വളരെ വിശദമായ ഒരു വിശദീകരണം ആ പുസ്തകത്തിനകത്ത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത് നോക്കൂ. മക്കേയ്സ് ട്രീറ്റ്മെൻറ്റ് റേഞ്ചസ് ഫ്രം ആൽക്കെമി, പ്രൊഫസി, ഫെയ്ത്ത് ഹീലിംഗ്, haunted houses, crusades, and the influence of politics and religion on hair and beard. The value of the book, like the account of Alexander the oracle monger, lies in the remoteness of the frauds and delusions described. സോ ഈ പുസ്തകത്തിനകത്ത് കുരിശ് യുദ്ധങ്ങളെക്കുറിച്ച്, ആളുകൾ മറ്റുള്ള ആളുകളെ ആൽക്കമി പോലെയുള്ള സംഗതികൾ വെച്ച് എങ്ങനെയാണ് ആളുകളെ പറ്റിച്ചിരുന്നത്, ഇത്തരത്തിൽ നമുക്കൊരു പക്ഷേ ഇന്നത്തെ നൂതന സമൂഹത്തിലൊരു പക്ഷേ കേട്ടാൽ ഒട്ടും തന്നെ വിശ്വസിക്കാൻ തോന്നാത്ത, അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള പറ്റിക്കൽ സംവിധാനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നിരുന്നു. അതിനെക്കുറിച്ചിട്ടൊക്കെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ചാൾസ് മക്കേയുടെ എക്സ്ട്രാ ഓർഡിനറി പോപ്പുലർ ഡിലൂഷൻ ആൻഡ് മാഡ്നസ് ഓഫ് ക്രൗഡ്സ് എന്നുള്ള പുസ്തകം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദി എസ്സേ. നമ്മൾ വായിക്കുന്ന ഈ എസ്സേയിൽ അതിനെക്കുറിച്ച് കൂടി റെഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സാഗൻ ത്രൂ ഔട്ട് ദി എസ്സേ ഹി മെയിൻറ്റെയിൻസ് ദിസ് ഒബ്ജക്റ്റിവിറ്റി ബൈ ബ്രിങ്ങിങ് ഇൻ പ്രൂഫ്സ് ഫോർ ഹിസ് ക്ലെയിംസ്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആർഗ്യുമെൻറ്റുകൾക്ക് കൃത്യമായ തെളിവുകൾ കൂടി നിരത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതും ഒരു ശാസ്ത്രീയമായ എഴുത്തിൻ്റെ, വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള വസ്തുനിഷ്ഠമായ എഴുത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നത് നമ്മൾ മറന്നു പോവാതിരിക്കുക. ഓക്കെ, so it becomes clear how people in other times were deceived. See, once you go through the book, that is Mackay's book, you would know how people in other times were deceived. But after reading many such cases, we begin to wonder what the comparable contemporary versions are. People's feelings are strong as they always were, but the skepticism is probably as unfashionable today as in any other age. And accordingly, there ought to be bamboozles galore in contemporary society, and there are. So once you go through the book written by Charles Mackay, നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഓരോ കാലത്തും ആളുകൾ ഇങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. And by referring Alexander, Lamarckine, Harry Houdini and Charles Mackay's book, Sagan is actually trying to prove that people's feelings are always strong. അതായത് നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും കഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ മനുഷ്യർ എല്ലാ കാലഘട്ടത്തിലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഷ്ടപ്പാടിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ദിവ്യമായ ശക്തിയുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ആളുകളെ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യർ പൊതുവിൽ സ്വീകരിച്ചിരുന്നു. അതിലെ മണ്ടത്തരങ്ങൾ, അല്ലെങ്കിൽ അതിലെ യുക്തിരാഹിത്യത്തെക്കുറിച്ച് തെല്ലും ഓർക്കാതെ പീപ്പിൾ ആക്സെപ്റ്റഡ് സച്ച് ട്രിക്സ്റ്റേഴ്സ് ആൻഡ് ബാംബൂസിൽസ്. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത് people's feelings are always strong and skepticism is probably unfashionable. മാത്രവുമല്ല, നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ people were never skeptical about what they are seeing or what others are telling.
നിങ്ങൾ എന്നോടൊപ്പം വരൂ, നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വരുമ്പോൾ ആ പറച്ചിലിലെ യുക്തിരാഹിത്യത്തെക്കുറിച്ച് ആലോചിക്കാനോ നിങ്ങൾക്കെങ്ങനെയാണ് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നത് എന്ന് തിരിച്ചു ചോദിക്കാനോ ഉള്ള മനുഷ്യൻ്റെ ആർജവം പൊതുവിൽ കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതും അതാണ് പറയുന്നത്. പീപ്പിൾസ് skepticism is probably an unfashionable thing even today. Okay, so in the past 100 years, അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് നോക്കൂ. അക്കോർഡിംഗ്ലി there ought to be bamboozle gala in contemporary society and there are. അതുകൊണ്ട് തന്നെ ഏറ്റവും നൂതനമായ ഒരു കാലഘട്ടത്തിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള ട്രിക്സ്റ്റേഴ്സിൻ്റെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ആൻഡ് ദ റീസൺ ഫോർ ദിസ് ഇസ് people always think, just wait a moment. So people always think skepticism is unfashionable and they blindly follow the false promises given by tricksters. Okay, അതുകൊണ്ട് തന്നെ ഏറ്റവും നൂതനമായ കാലത്തും നമുക്ക് ഇത്തരത്തിൽ പറ്റിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇൻ ദ പാസ്റ്റ് 100 years, whether for good or for ill, science has emerged in the popular mind as the primary means of penetrating the secrets of the universe. So we should expect many contemporary bamboozles to have a scientific ring. So കഴിഞ്ഞ 100 വർഷങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ 200 വർഷങ്ങളായി ശാസ്ത്രം എന്ന് പറയുന്നത് വല്ലാതെ ഡെവലപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് വി ഹാവ് പ്ലെൻറ്റി ഓഫ് സ്റ്റുഡൻസ് ഹു ഹാവ് ജെനുവിൻ ഇൻട്രസ്റ്റ് ഇൻ സയൻസ്. they are strongly addicted to science. സയൻസ് സ്ട്രീമിനോട് അത്രമേൽ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ, നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മളുടെ അധ്യാപക സുഹൃത്തുക്കൾ, നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ധാരാളമുണ്ട്. Okay, so why is this happening? It's because people have a strong feeling that science will help you realize the secrets of the universe. ഈ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനം തന്നെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിൽ ശാസ്ത്രത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച ബോധ്യം കഴിഞ്ഞ 100-150 അല്ലെങ്കിൽ 200 വർഷമായി ശാസ്ത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എസ്പെഷ്യലി ആഫ്റ്റർ ദി it comes as a phenomenon after the ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. വ്യവസായ വിപ്ലവത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ അത് വളരെ ശക്തമായി രൂപം പ്രാപിക്കുകയും അത് വലിയ ശാസ്ത്രത്തിലുള്ള ധാരാളം കണ്ടുപിടുത്തങ്ങളിലേക്ക് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. യു നോ ദ ഹിസ്റ്ററി. ഓക്കെ, അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് ശാസ്ത്രം വളർന്നുകൊണ്ടേയിരിക്കുന്ന കാലത്ത് ഉണ്ടാവുന്ന പറ്റിക്കൽ പ്രസ്ഥാനങ്ങൾക്ക് എന്തുണ്ടാവുമെന്നാണ് പറയുന്നത് നോക്കൂ. സോ വി ഷുഡ് എക്സ്പെക്ട് മെനി കണ്ടംപററി ബാംബോസിൽസ് ടു ഹാവ് എ സയൻറ്റിഫിക് റിംഗ്. അതായത് ഇഫ് you feel that science is the only thing that can help you penetrate deep into the secrets of the universe, the pseudoscientists would also come up with in the same way. They would also follow the same methodology. ശാസ്ത്രം ഏത് തരത്തിലുള്ള രീതിശാസ്ത്രമാണോ പിന്തുടരുന്നത് അതേ രീതിശാസ്ത്രം ഉപയോഗിച്ച് ശാസ്ത്രീയമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരിക്കും പുതിയ കാലത്ത് പറ്റിക്കൽ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരുന്നത് എന്നാണ്. സോ we should expect many contemporary bamboozles to have a scientific ring, and they do. And within the last century or so, many claims have been made at the edge or border of science. Okay, കഴിഞ്ഞ കുറേ നൂറ്റാണ്ടിൽ കഴിഞ്ഞ 200 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ what we can see is many revolutionary ideas or many revolutionary experiments were done in the field of science. And we have plenty of beautiful discoveries and inventions. എന്തൊക്കെയാണെന്ന് നോക്കൂ. assertions that excite popular interest and in many cases that would be of profound scientific importance if they were true. The claims are out of the ordinary, a break from the humdrum world, and often imply something hopeful. For example, that we have vast and untapped powers, or that unseen forces are about to save us from ourselves, or that there is a still unacknowledged pattern and harmony to the universe. സോ എന്താണ് ശാസ്ത്രത്തിൻ്റെ പേരിൽ ധാരാളം അല്ലെങ്കിൽ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള ധാരാളം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ 100-200 വർഷങ്ങൾക്കിടയിൽ. ഓക്കെ, ആൻഡ് ദാറ്റ് ഹാസ് ചേഞ്ച്ഡ് ദ വെരി ഡെഫിനിഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്. അതായത് മനുഷ്യൻ എന്നതിൻ്റെ തന്നെ ഡെഫിനിഷനെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ധാരാളം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എങ്ങനെയാണ് മനുഷ്യൻ്റെ ചാന്ദ്രദൗത്യത്തെക്കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ വി നെവർ എക്സ്പെക്റ്റഡ് ദിസ്, റൈറ്റ്? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ദ വേ വി കണ്ടക്ട് ഓൺലൈൻ ലെക്ചേഴ്സ്, ഇതെല്ലാം ശാസ്ത്രത്തിൻ്റെ വളർച്ചയിലൂടെ, ടെക്നോളജിയുടെ വളർച്ചയിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. ബട്ട് പാരലൽ ടു സച്ച് ക്ലെയിംസ്, okay, there are pseudo-scientific claims that would prompt you in such a way that you are carried away by the promise. അതായത്, just a moment.
Sorry for the interruption. Just wait for a moment, students. So, to come back to the point, കഴിഞ്ഞ 200 വർഷത്തിനിടയിൽ plenty of discoveries are made, especially using science. But if there are there are some tricksters or some pseudo-scientific people or people who can use pseudoscience in a tactful way, what they would tell you is that നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു പ്രത്യേക കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ ധ്യാനിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറന്നു നടക്കാൻ കഴിയും എന്നൊക്കെ പറയും. And there is no scientific proof for this, and no one has ever done this. No one has ever proved that you can fly unassisted with a special ability or a special capacity you have deep in your mind. മനസ്സിനകത്തുള്ളൊരു പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ ഭൂമിക്ക് മുകളിലൂടെ പറന്ന് നടക്കാം, അല്ലെങ്കിൽ ഇതുവഴിയൊക്കെ നിങ്ങൾക്ക് പറന്ന് നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇതും വരുന്നത് ഒരേ കാലയളവിൽ തന്നെയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതും ശാസ്ത്രീയമായി ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ അടിച്ച് പറ്റിക്കുന്ന തരത്തിലുള്ള ധാരാളം സംവിധാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ as students and as youngsters we know these are tricky things, but a vast majority of the society believe that such strange capabilities are there, and they follow people who make such foolish claims. Okay, and then Sagan says, well, science does sometimes make such claims. For example, the realization that hereditary information we pass from generation to generation is encoded in a single long molecule called DNA, in the discovery of universal gravitation or continental drift, in the tapping of nuclear energy, in research on the origin of life, or on the early history of the universe. So if some additional claim is made, for example, that it is possible to float in the air unaided by a special effort of will, what is different about that? So ശാസ്ത്രം ഇത്തരത്തിൽ സമൂഹം ഒറ്റത്തവണ കേട്ടാൽ സമൂഹം അപ്പാടെ തള്ളിക്കളഞ്ഞിരുന്ന പലതരത്തിലുള്ള ക്ലെയിമുകൾ ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുകയും ശാസ്ത്രം അത് ശാസ്ത്രീയമായി തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഭൂഗുരുത്വാകർഷണത്തെക്കുറിച്ചിട്ട് പറയുക, അല്ലെങ്കിൽ ഭൂമി ഉരുണ്ടതാണ് എന്ന് തെളിയിക്കേണ്ടി വരുന്ന ശാസ്ത്രകാരന്മാർ, ചിന്തകന്മാർ, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷനെക്കുറിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന സൈദ്ധാന്തികന്മാർ, അല്ലെങ്കിൽ വൻകരകൾ എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ചിട്ട് ശാസ്ത്രീയമായി തെളിയിക്കുന്ന ആളുകൾ, നിങ്ങളുടെ സ്വഭാവം ജനിതകമായി ചില മോളിക്യൂളുകൾ DNA-യിലൂടെയാണ് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്ന് എന്ന് പറയുന്നത്. നോക്കൂ, ഇതിനൊന്നും വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള തെളിവുകളില്ല. ഒരു പക്ഷേ ടു എ കോമൺ മാൻ സച്ച് തിങ്സ് വെയർ അൺബിലീവബിൾ. ഓക്കെ, ബട്ട് വാട്ട് സയൻസ് ഡിഡ് ഈസ് സയൻസ് പ്രൂവ്ഡ് ദെയർ ക്ലെയിംസ്. ഓക്കെ, പക്ഷേ ഇത്തരത്തിൽ ക്ലെയിം ചെയ്തെല്ലാം തെളിയിക്കുന്ന ശാസ്ത്രത്തിൻ്റെ അതേ നിരയിലേക്കാണ് ചില പറ്റിക്കൽ സംവിധാനങ്ങൾ കൂടി ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി, രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് കടന്നു വരികയും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു പ്രത്യേക കഴിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പറന്നു നടക്കാമെന്ന് പറയുകയും വാട്ട് ഈസ് ഡിഫറെൻ്റ് അബൌട്ട് ദാറ്റ് എന്നുള്ളതാണ് സാഗൻ്റെ ചോദ്യം. ഇത്തരത്തിലൊരു കൂട്ടം ആളുകൾ വന്ന് പറഞ്ഞാൽ അതും ജനം വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെയുള്ള പ്രശ്നം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നത്തിങ് എക്സെപ്റ്റ് ഫോർ ദ മാറ്റർ ഓഫ് പ്രൂഫ്. മറ്റൊന്നുമല്ല ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതുമല്ലെങ്കിൽ the way heredity is carried forward from one generation to another, or how continental drift occurred, or how evolution happened, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ചോദിച്ചാൽ ശാസ്ത്രത്തിന് കൃത്യമായ തെളിവുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ കഴിയും. whereas in the case of the other thing, you can float in the air unaided എന്നുള്ള ഒരു ക്ലെയിം നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചാൽ അതിന് തെളിവുകളില്ല. ഓക്കെ, ബട്ട് പീപ്പിൾ നെവർ ആസ്ക് ഫോർ പ്രൂഫ്. ഇതിനെയാണ് നമ്മൾ നേരത്തെ എന്തെന്ന് പറഞ്ഞത്, ദി ലാക്ക് ഓഫ് സ്കെപ്റ്റിസിസം എന്ന് പറഞ്ഞത്. സോ ദോസ് ഹു ക്ലെയിം ദാറ്റ് ലെവിറ്റേഷൻ മീൻസ് പറന്ന് നടക്കാനുള്ള കഴിവ്. ഓക്കെ, ലെവിറ്റേഷൻ ഒക്കേഴ്സ്, ദേ ഹാവ് എൻ ഒബ്ലിഗേഷൻ ടു ഡെമോൺസ്ട്രേറ്റ് ദെയർ കണ്ടൻഷൻ ബിഫോർ സ്കെപ്റ്റിക്സ്. അതായത് പറന്ന് നടക്കാനായിട്ടുള്ള കഴിവ് എനിക്കുണ്ട്, മറ്റാരുടെയും സഹായമില്ലാതെ സ്വതന്ത്രമായി ധ്യാനിച്ചിരുന്നിട്ട് എനിക്ക് പറന്ന് നടക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരാൾക്ക് അത് തെളിയിച്ച് കാണിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ അത് ഇതുവരെ ആരും അങ്ങനെ തെളിയിച്ച് കാണിച്ചിട്ടില്ല.
but there are plenty of people who would claim that they have the strange ability of levitation. അവർക്ക് unaided ആയി പറന്ന് നടക്കാൻ കഴിയുമെന്ന് പറയുന്ന ആളുകളുണ്ട്. And with this he comes to the conclusion that um, that if levitation were possible, its scientific and more generally its human implications would be enormous. And those who make uncritical observation or fraudulent claims lead us to error and deflect from us the major human goal of understanding how the world works. And it is for this reason that playing fast and loose with truth is a very serious matter. So when you are dealing with science, you have to be very cautious. You have to produce proofs. If you have a claim, you have to prove. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നോക്കൂ, സ്വതന്ത്രമായ ഒരു മനുഷ്യന് പറന്ന് നടക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ മനുഷ്യന് അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ജസ്റ്റ് ഇമാജിൻ ഇഫ് യു ക്യാൻ ഫ്ലൈ unassisted, then its implications are many. വളരെ കളർഫുള്ളായിട്ടുള്ളൊരവസ്ഥയായിരിക്കും, നമുക്ക് അങ്ങനെ പറന്ന് നടക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ടാണ് പറയുന്നത്, ആൻഡ് ദോസ് ഹൂ മേക്ക് അൺക്രിട്ടിക്കൽ ഒബ്സർവേഷൻ ആൻഡ് ഫ്രോഡുലൻറ്റ് ക്ലെയിം, ഇത്തരത്തിൽ ആളുകളെ പറ്റിക്കുകയും ആളുകളെ they decept people, they are actually misleading people into error. തെറ്റിലേക്ക് ജനതയെ മുഴുവനായി നടത്തുന്ന ആളുകളാണ് ഇത്തരം ആളുകൾ. അവരെ ഒറ്റപ്പെടുത്തേണ്ടതാണ് എന്നാണ്. സോ ഇറ്റ് ഈസ് ഫോർ ദിസ് റീസൺ ദാറ്റ് പ്ലേയിങ് ഫാസ്റ്റ് ആൻഡ് ലൂസ് വിത്ത് science or truth is a very serious matter. So when you are in the field of science, you have to be very serious, you have to be objective, you have to be you should have the ability to prove, you should have the genuine interest in science. Otherwise and science, most importantly, you can't play fast and loose. You have to be patient. കാരണം നിങ്ങൾ നടത്തുന്ന ഇപ്പോൾ സയൻസ് വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം, നിങ്ങൾ പിന്നീട് പ്രോജക്റ്റുകളിലേക്കൊക്കെ എത്തുമ്പോൾ മോസ്റ്റ് ഓഫ് യു വിൽ ഗോ ഫോർ പോസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് റിസർച്ച്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ദർ ഇസ് യു ഹാവ് എ ക്ലെയിം, ബട്ട് യുവർ ക്ലെയിം ഈസ് തിയറിറ്റിക്കലി agreed, but in practice you can't bring it, you can make it happen. ഓക്കെ, സോ യു നീഡ്സ് പേഷ്യൻസ്. സമയമെടുത്തായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ സൈദ്ധാന്തികമായി തെളിയിച്ചിട്ടുണ്ടാകും, പക്ഷേ നിങ്ങൾക്ക് പ്രാവർത്തികമായി കാണിച്ചു തരാൻ വേണ്ടി, പ്രാക്ടിക്കലായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ലാബിൽ നിങ്ങൾക്ക് തിയറി എഴുതിയതിനേക്കാൾ കൂടുതൽ സമയം ഒരു പക്ഷേ ചിലവഴിക്കേണ്ടി വന്നേക്കാം. സോ പ്ലേയിങ് ഫാസ്റ്റ് ആൻഡ് ലൂസ് വിത്ത് സയൻസ് ഓർ ട്രൂത്ത് ഇസ് എ വെരി സീരിയസ് മാറ്റർ. യു ഹാവ് ടു ബി വെരി കോഷ്യസ്. ഓക്കെ. In one of the most striking apparent instances of extraordinary perception is the precognitive experience. And now Sagan comes to real life experience. Okay, ഇതെല്ലാം പോയിട്ട് ഇനി ആളുകൾ പറ്റിക്കപ്പെടുന്ന ചില പ്രധാനപ്പെട്ട മേഖലകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് precognitive experience എന്ന് പറയുന്നത്. So what is a precognitive experience? When a person has a compelling perception of an imminent disaster, the death of a loved one, or communication from a long lost friend, and the predicted event then occurs. അപ്പോൾ എന്താണ് പ്രീകോഗ്നിറ്റീവ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കൂ. യു ഫീൽ ദാറ്റ് a tragedy is about to happen, an imminent disaster, the death of a loved one. നിങ്ങൾ ആരെയോ കുറിച്ച് ആലോചിക്കുന്നു, അയാൾ ഇപ്പോൾ മരിക്കുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോഴേക്കും നിങ്ങൾ വിചാരിച്ച ആൾ ദാ മരിച്ചു വീണിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്, പെട്ടെന്നൊരു മരം താഴേക്ക് വീഴുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നിയതുപോലെ തന്നെ മരം താഴേക്ക് വീഴുന്നു. താഴെ ഉണ്ടായിരുന്ന കാറിൻ്റെ പുറത്തേക്ക് വീണ് കാറുകളെല്ലാം ചമ്മന്തിയായി പോയി. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണ്, നിങ്ങൾ ആരെയോ ഒരാളെ കാണാൻ ആഗ്രഹിച്ചു, ഉടൻ തന്നെ അയാൾ തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നു. സോ ഇത് നമ്മൾ മലയാളത്തിലൊക്കെ ഒരുപാട് പാട്ടുകളുണ്ട്. അതിലും ഇന്നലെ കണ്ടു ഒരു സ്വപ്നം ഫലിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചിട്ടല്ല പറയുന്നത്. ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി അറിയുക. അതായത് ചില മനുഷ്യർക്ക് ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നു മുൻകൂട്ടി അറിയാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള ക്ലെയിമുകൾ, ഇതിനെയാണ് നമ്മൾ പ്രീകോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുക. Okay, and when the death of a loved one, communication with a long lost friend, and the predicted event then occurs, അതിനെയാണ് എന്തെന്ന് പറയുക, പ്രീകോഗ്നിറ്റീവ് അനുഭവങ്ങൾ എന്ന് പറയുക. So many who have had such an experience report that the emotional intensity of the precognition and its subsequent verification provide an overpowering sense of contact with another realm of reality. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടാവുകയും മുൻകൂട്ടി കണ്ട സംഗതികൾ അതുപോലെ സംഭവിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ
അങ്ങനെ തോന്നലുകളുണ്ടായ ആളുകൾക്കുണ്ടാവുന്ന ഇമോഷണൽ ഇൻറ്റൻസിറ്റി, അവർക്ക് വൈകാരികമായി ഉണ്ടാവുന്ന പ്രശ്നമെന്ന് പറയുന്നത് വളരെ വലുതാണ്. ദേ ഈവൻ ഫീൽ ദാറ്റ് ദേ ഹാവ് സം കണക്ഷൻ വിത്ത് അനദർ ഫോം ഓഫ് റിയാലിറ്റി. അതായത് ഈ ഭൂമിയിലല്ല, മറിച്ച് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന വേറെ ഏതോ ഒരു ലോകം ഇവരെ നിയന്ത്രിക്കുന്നു എന്നൊക്കെയുള്ള തോന്നലുകൾ ഒരു പക്ഷേ ഈ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. So I had such an experience myself, and then now Sagan tells us a very interesting story. എനിക്ക് ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ്. I have had such an experience. Many years ago I awoke in the dead of the night in a cold sweat with a certain knowledge that a close relative had suddenly died. I was so gripped with the haunting intensity of the experience that I was afraid to place a long distance phone call for fear that the relative would trip over the telephone cord or something and make the experience a self-fulfilling prophecy. In fact, the relative is alive and well, and whatever psychological roots the experience may have, it was not a reflection of an imminent event in the real world. എനിക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ട്. എന്താണ്, ഒരു ദിവസം രാത്രി ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റു, എന്തോ സ്വപ്നം കണ്ട് എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ ദേഹം ഞാൻ വല്ലാതെ വിയർത്ത് കുളിച്ചിരിക്കുന്നു. ആൻഡ് ഇൻ മൈ ഡ്രീം, ഇൻ ദ ഡ്രീം എ ക്ലോസ് റിലേറ്റീവ് ഹാഡ് ഡൈഡ്. അത് വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു എന്നാണ് സ്വപ്നം. ആ ആളെ ഒന്ന് ഫോണിൽ വിളിച്ച് ചോദിക്കാൻ പോലും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇനി ഞാൻ ഈ രാത്രിയിൽ വിളിച്ചിട്ട് അയാൾ തപ്പിത്തടഞ്ഞ് എഴുന്നേറ്റ് ഫോണിൻ്റെ കേബിൾ കാലിൽ തടഞ്ഞിട്ട് അയാൾ മറിഞ്ഞു വീണ് ഞാൻ കണ്ട സ്വപ്നം ഫലിച്ചാലോ എന്ന് വിചാരിച്ച് ആളെ വിളിക്കാൻ പോലും തോന്നിയില്ല എനിക്ക്. ആൻഡ് ഐ വാസ് റിയലി ഷോക്ക്ഡ്. ആൻഡ് ദെൻ Sagan says, but that relative is very much alive and he is well. And that dream has no connection with another realm of reality. Okay. And however, suppose the relative had in fact died that night, you should have had a difficult time convincing me it was a merely coincidence. But it is easy to calculate that if each American has such a premonitory experience a few times in his lifetime, the actuarial statistics alone will produce a few apparent precognitive events somewhere in America each year. We can calculate that this must occur fairly frequently, but to the rare person who dreams of disaster followed rapidly by its realization, it is uncanny and awesome. Such a coincidence must happen to someone every few months, but those who experience a correct precognitive experience or precognition understandably resist its explanation by coincidence. So just imagine my dream turned real. എൻ്റെ സ്വപ്നം യഥാർത്ഥത്തിൽ ഫലിക്കുകയായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? പീപ്പിൾ വുഡ് കം ആൻഡ് ടെൽ മീ, സി ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ്, ഇറ്റ്സ് ഓൺലി എ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമായിരുന്നു. ഓക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. അതായത് കാണുന്ന സ്വപ്നങ്ങൾ, ഭീതിജനകമായ സ്വപ്നങ്ങളെല്ലാം അതുപോലെ സംഭവിക്കുന്നില്ല. അമേരിക്കയിലെ ഓരോ മാസത്തെയും ആളുകൾ ഇങ്ങനെ കാണുന്ന പ്രീകോഗ്നിറ്റീവ് എക്സ്പീരിയൻസുകളുടെയും അത്തരത്തിലുള്ള സ്വപ്നങ്ങളുടെയും കണക്കെടുത്തിട്ട് അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ ഒരു സാധ്യതാ പഠനം നിങ്ങൾ നടത്തി നോക്കിയാൽ മനസ്സിലാവും, ധാരാളം ആളുകൾ സ്വപ്നം കാണുകയും അവർക്ക് ഇത്തരത്തിലുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവുമെങ്കിലും ആ തോന്നലുകളൊന്നും സത്യമായി ഭവിക്കാറില്ല എന്ന്. So that means it's only, it has some connection to your psychology or your state of mind, but it doesn't mean that all your dreams will become real or true. ഓക്കെ. സോ പക്ഷേ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ചില ചൂഷണങ്ങൾക്ക് വിധേയമാവാൻ സാധ്യതയുള്ള വഴികളിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. സോ ജസ്റ്റ് ഇമാജിൻ there is someone like Alexander. ഓക്കെ. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾക്കെല്ലാം ചില അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നുവെന്നും അതിനുള്ള പരിഹാരം എന്താണെന്നും പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഒരു സിദ്ധൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾ അയാൾ പറയുന്നതെല്ലാം കേട്ട് അയാൾ പറയുന്നത് പോലെ ചെയ്ത് അയാളുടെ ചൂഷണത്തിന് വിധേയമാകുന്നു. ഇത്തരത്തിലുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. സോ ഈവൻ ദോ ഈസ് ടോക്കിംഗ് അബൌട്ട് ദി അമേരിക്കൻ എക്സ്പീരിയൻസ്, ഐ ഫീൽ ദാറ്റ് ദിസ് ഈസ് വെരി മച്ച് റിലേറ്റഡ് ടു what we experience here in India. Okay. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ സംഗതികളെ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. And after my experience, I did not write a letter to an institute of parapsychology relating a compelling predictive dream which was not born out of reality. That is not a memorable letter. But had the death I dreamt actually occurred, such a letter would have been marked down as evidence of precognition. The hits are recorded. See,
The hits are recorded and the misses are not. Thus, human nature unconsciously conspires to produce a biased reporting of frequency of such events. അപ്പോൾ ഞാൻ ഈ അനുഭവത്തിന് ശേഷം ഒരു പാരാസൈക്കോളജിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എനിക്കിങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാകുകയും ആ സ്വപ്നം അതുപോലെ ഭവിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ എഴുതിയിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്തില്ല. എന്നാൽ ഞാൻ കണ്ട സ്വപ്നത്തിൽ പോലെ ആ ആൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ ഞാൻ അത്തരത്തിലുള്ള ലെറ്റർ ഒരു പാരാസൈക്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ പ്രീ കോഗ്നിറ്റീവ് സ്വപ്നങ്ങളെല്ലാം സത്യമായി വരും എന്നുള്ളതിനൊരു തെളിവായി ഒരു പക്ഷേ എൻ്റെ ലെറ്റർ മാറിയിരുന്നേക്കാം. ഓക്കെ, പക്ഷേ ഈ സ്വപ്നങ്ങളൊന്നും ഭവിക്കുന്നില്ല എന്ന് ആളുകൾ പറയാറില്ല. ഓക്കെ, അതാണ് പറഞ്ഞത്. ദ ഹിറ്റ്സ് ആർ റെക്കോർഡഡ് ബട്ട് ദ മിസ്സസ് ആർ നോട്ട്. അതായത് സ്വപ്നങ്ങൾ കാണുകയും അത് അതുപോലെ സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ എണ്ണമാണ് കൂടുതൽ. എന്തിനേക്കാൾ? സ്വപ്നം കണ്ടിട്ട് അതുപോലെ ഫലിക്കുന്നതിനേക്കാൾ. ഓക്കെ, സോ ഇഫ് യു വാണ്ട് ടു ബി സയൻറ്റിഫിക് യു ഷുഡ് റെക്കോർഡ് ദ മിസ്സസ് ടു. മിസ്സാവുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ സ്വപ്നങ്ങളുടെ പേരിൽ കരുതുന്ന ഈ കരുതലുകൾ എത്രത്തോളം മണ്ടത്തരമാണ് എന്ന് മനസ്സിലാവും എന്നുള്ളതാണ്. ഓർ സിംപ്ലി പുട്ട്, Sagan is trying to tell us that there are plenty of dreams, and a dream is definitely related to your state of mind, but a dream or the events you'd see in a dream or in a precognitive experience has nothing to do with another realm of reality. The reality you live is the reality you have right now. നിങ്ങൾ ജീവിക്കുകയും ശ്വസിക്കുകയും സംഘർഷത്തിൽ ഏർപ്പെടുകയും മരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ റിയാലിറ്റി മാത്രമാണ് റിയാലിറ്റി. അല്ലാതെ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിയന്ത്രിക്കുന്ന മറ്റൊരു റിയാലിറ്റി ഒന്നുമില്ല എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, and he says, precognitive dreams are typical of claims made on the boundary or edge of science. An amazing assertion is made, something out of the ordinary, marvelous or awesome, or at least not tedious. It survives superficial scrutiny by lay people and sometimes more detailed study and more impressive endorsement by celebrities and scientists. And those who accept the validity of the assertion resist all attempts of conventional explanation. And the most common correct explanation are of two sorts. One is conscious fraud, usually by those with a financial interest in the outcome, and those who accept the phenomena have been bamboozled. And the other explanation often implies when the phenomena are uncommonly subtle and complex, when nature is more intricate than we have guessed, when deeper study is required for understanding. And many precognitive dreams fit to the second explanation. Here, very often, we bamboozle ourselves.